അസ്സലാമു അലൈക്കും. ഞാനിന്ന് സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയാൻ പോണത്. അപ്പം ഇതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാനൊരു 2 കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഖുർആൻ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ കടമയാണ്. അപ്പം ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചരിത്രങ്ങളൊക്കെ. അപ്പം ഈ ചരിത്രം അറിഞ്ഞിരിക്കൽ നല്ല കാര്യമാണല്ലോ. ഇനി സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലോട്ട് വരാം. ഹൂദ് നബി അലൈഹി സ്വലാമിന് ശേഷം വന്ന നബിയാണ് സോലിഹ് നബി അലൈഹി സ്വലാം. അപ്പം ആദ്യ ജനത നശിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത. ഈ ഹൂദ് ജനതയെ പോലെ തന്നെ ഭയങ്കര ശക്തിയും സമ്പത്തൊക്കെ ഉള്ള ഒരു ജനതയായിരുന്നു സാമൂദ് ജനത, അതായത് സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത. ഇവർ ജീവിച്ചിരുന്നത് ഈ കുന്നും പ്രദേശങ്ങൾ അവിടെയൊക്കെ കീറി മുറിച്ചിട്ട് വലിയ കൊട്ടാരങ്ങൾ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയായിരുന്നു താമസം. ഭയങ്കര ആഡംബര ജീവിതമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഭയങ്കര അഹങ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യ ജനതയെ പോലെ തന്നെ ഇവർക്കും ഉണ്ടായിരുന്നു വിഗ്രഹത്തിനെ ആരാധിക്കുന്ന പരിപാടി. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജനതയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആ ജനതയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നബിയാണ് സോലിഹ് നബി അലൈഹി സ്വലാം. സോലിഹ് നബി അലൈഹി സ്വലാമിന് നല്ല മനസ്സ്, വിവേകം, മനുഷ്യത്വം ഒക്കെ ഉള്ള ഒരു നബിയായിരുന്നു സോലിഹ് നബി അലൈഹി സ്വലാം. അങ്ങനെ ഇദ്ദേഹവും എല്ലാ നബിമാരെ പോലെ തന്നെ സ്വന്തം ജനതയെ നന്നാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സോലിഹ് നബി അലൈഹി സ്വലാം ജനങ്ങളുടെ അടുത്ത് പറയാണ്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇത് കേട്ട ജനങ്ങളിൽ ചില ആൾക്കാരൊക്കെ സോലിഹ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച്, പക്ഷേ ഭൂരിഭാഗം പേരും ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഭൂരിഭാഗം പേരും സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് പറയാണ്, നീ വർഷങ്ങളായി ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരുന്നു, ഇപ്പോൾ എന്തിനാണ് ഞങ്ങൾ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പറയുന്നത്? അപ്പം സോലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴൊന്നും ആ ജനങ്ങൾ സോലിഹ് നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആ ജനങ്ങൾ സോലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത്ഭുതം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്ന് ആ ജനങ്ങൾ പറയാണ്. എന്നിട്ട് ആ ജനങ്ങൾ വീണ്ടും പറയാണ്, ഈ കാണുന്ന പാറക്കല്ലിൽ നിന്നും ഒരു 10 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു ഒട്ടകം പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്നാണ് പറയണത്. അപ്പം സോലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ പാറ പൊട്ടിയിട്ട് ഒരു വലിയ ഒട്ടകം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. ഇത് ഒരു സാധാരണ ഒട്ടകമല്ല, ഇതിന് കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കഴിവുകളുണ്ട്. അതായത് ഈ ഒട്ടകത്തിന് ഒരു ദിവസം ഒരു കിണറത്തെ മുഴുവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ ദിവസം തന്നെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും പാല് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒട്ടകത്തിന് സാധിക്കും. അങ്ങനെ അസാധാരണമായിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ അടയാളമാണ് ഈ ഒട്ടകം. അങ്ങനെ ഈ ഒട്ടകത്തിനെ കണ്ടിട്ട് കുറച്ചും കൂടി ജനങ്ങൾ സോലിഹ് നബി അലൈഹി സ്വലാമിന് വിശ്വസിക്കുകയാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും അസൂയയും വൈരാഗ്യമാണ് ആ സമയത്ത് വരുന്നത്. അങ്ങനെ സോലിഹ് നബി അലൈഹി സ്വലാം ഈ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, ഇതിന് ഒരു നാശവും സംഭവിച്ചുകൂടാ, ഇനി എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒട്ടകത്തിനെ കണ്ടിട്ട് വിശ്വാസികൾ കൂടി വരുന്നത് കണ്ടിട്ട് ഈ വിശ്വസിക്കാത്ത ആൾക്കാർ അസ്വസ്ഥരാവാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഈ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിട്ടുള്ള 2 സ്ത്രീകൾ 2 പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുകയാണ്. അതായത്, നിങ്ങൾ ആ ഒട്ടകത്തെ കൊല്ലാൻ സഹായിച്ചാൽ ഞങ്ങൾ നിങ്ങളെ വിവാഹം ചെയ്യാം എന്നാണ് പറയണത്. അങ്ങനെ ഈ 2 പുരുഷന്മാർ അതിൽ വീണു പോവാണ്. അങ്ങനെ ഈ 2 പുരുഷന്മാരും മൊത്തത്തിൽ 9 ആൾക്കാർ കൂടിയിട്ട് ഈ ഒട്ടകത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഒരിക്കൽ ഈ ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിണറിനരികെ വന്നപ്പോൾ ഈ 9 പേരിൽ ഒരാൾ ആ ഒട്ടകത്തിൻ്റെ കാലിന് അമ്പെയ്തു. വേറൊരാൾ വന്നിട്ട് ആ ഒട്ടകത്തിനെ വാളുകൊണ്ട് വെട്ടി. അങ്ങനെ ആ ഒട്ടകം അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരൊക്കെ ആഘോഷിക്കുകയാണ്. സോലിഹ് നബി അലൈഹി സ്വലാമിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. അപ്പം സോലിഹ് നബി അലൈഹി സ്വലാം ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, ഈ ഒട്ടകത്തിനൊന്നും സംഭവിച്ചുകൂടാന്ന്. ഇതിന് ശേഷം സോലിഹ് നബി അലൈഹി സ്വലാം അവസാനമായിട്ട് ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കുകയാണ്, ഇനി നിങ്ങൾക്ക് 3 ദിവസം കൂടിയാണുള്ളത്, അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരുമെന്ന്. അപ്പോൾ വീണ്ടും ഈ നാട്ടുകാർ പരിഹസിച്ച് ചിരിക്കുകയാണ്.
അതായത് ശിക്ഷ വരികയാണെങ്കിൽ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ സമയം സ്വാലിഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ജനങ്ങളും ഈ നാട് വിട്ടു പോവാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം വന്നെത്താണ്. ആ നാട്ടിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവര് മാത്രം. അങ്ങനെ ആ സ്ഥലത്തെ ആകാശം കറുത്ത് ഇടിമിന്നൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂകമ്പങ്ങൾ വന്നു. അങ്ങനെ ഒരൊറ്റ ശബ്ദം. ആ ഒരു നിമിഷം മുഴുവൻ ജനങ്ങളും മരിച്ചു പോവാണ്. ഇവർ മരിക്കുന്ന സമയത്ത് ഇവർ പണിത കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഓരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓര് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നശിച്ചു പോവാണ്. അങ്ങനെ ഇനി നമ്മളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കാലഘട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൂടിയിട്ട് തബൂക്ക് യുദ്ധത്തിന് പോവാണ്. ആ പോകുന്ന സമയത്ത് ഓര് പോയിരുന്നത് ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ അരികിലൂടെയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഈ ശിക്ഷ ലഭിച്ചിട്ടുള്ള വീടുകളിലേക്കൊന്നും കയറരുത്. അതുപോലെ നിങ്ങൾ ഈ കിണറിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കളയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേ ശിക്ഷ വന്നേക്കാം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ അടുത്ത് പറയണത്. അപ്പം സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ഒരിക്കലും കളയാക്കരുത്. അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും. പിന്നെ അള്ളാഹു നമ്മളെ നശിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമ്പത്തോ അല്ലെങ്കിൽ ശക്തിക്കോ അതിനെ തടയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം കൂടുതലൊന്നും ഞാൻ പറയാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.